ബാറ്റിങ്ങിലും ബൗളിങ്ങിലും സർവാധിപത്യം കാണിച്ച ഇന്ത്യയെയാണ് UAE-ക്കെതിരായ മത്സരത്തിൽ കണ്ടത്. 3 സ്പിന്നർമാരെ കളിപ്പിക്കാനുള്ള തീരുമാനം ഫലം കാണുകയും വിജയലക്ഷ്യം അനായാസം നേടുകയും ചെയ്തു. പാകിസ്ഥാനെതിരായ അടുത്ത മത്സരമാണ് ഇന്ത്യയുടെ യഥാർത്ഥ വെല്ലുവിളി. നിസ്സാരം. ഏഷ്യ കപ്പിലെ ഇന്ത്യയുടെ ആദ്യത്തെ മത്സരത്തെ ഒറ്റവാക്കിൽ ഇങ്ങനെ വിശേഷിപ്പിക്കാം: ടോസിലെ ഭാഗ്യക്കേട് മാറിയത് മുതൽ ഇന്ത്യക്ക് അനുകൂലമായിരുന്നു കാര്യങ്ങൾ. 26 റൺസ് വരെ വിക്കറ്റ് നഷ്ടപ്പെടാതെ ബാറ്റ് ചെയ്ത UAE-ക്ക് ആദ്യ പ്രഹരം നൽകിയത് ജസ്പ്രീത് ബുംറ. എന്നാൽ മത്സരത്തിലേക്ക് തിരിച്ചുവന്ന UAE 2 വിക്കറ്റ് നഷ്ടത്തിൽ 47 റൺസ് എന്ന നിലയിൽ നിന്നാണ് 57 റൺസിൽ മുഴുവൻ താരങ്ങളും പുറത്താകുന്നത്. 10 റൺസിനിടെ നഷ്ടമായത് 8 വിക്കറ്റുകൾ. UAE തകർത്തതാവട്ടെ കുൽദീപ് യാദവ്, ശിവൻ ദുബെ സഖ്യം. കുൽദീപ് ഫോം തുടരുന്നതും ബോളിംഗ് ഓപ്ഷനായി ദുബൈ ഉണ്ടാകുന്നതും ഇന്ത്യക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. UAE-യെ അതിവേഗം പുറത്താക്കാൻ കഴിഞ്ഞത് ഇന്ത്യയുടെ ബോളിംഗ് നിരയുടെ ശക്തി വിളിച്ചോതുന്നു. ബാറ്റർമാർ കാര്യമായി പരീക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ടൂർണമെന്റിലുടനീളം തകർത്തെടുക്കുമെന്ന് അഭിഷേക് ശർമ്മയും ഗില്ലും സൂചന നൽകുന്നുണ്ട്. പാകിസ്ഥാനെതിരായ അടുത്ത മത്സരത്തിലായിരിക്കും ഇന്ത്യയുടെ ബാറ്റിംഗ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റുകൾ ഒരുപോലെ പരീക്ഷിക്കപ്പെടുന്നത്. 8 ബാറ്റിംഗും 7 ബോളിംഗ് ഓപ്ഷനുമെന്ന ടീം ഘടന ഇന്ത്യ തുടരാനാണ് സാധ്യത. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.